കടത്തനാടും കുട്ടിച്ചാത്തനുമായി അഭേദ്യമായ ബന്ധമാണുള്ളത്. കടത്തനാട്ടിലെ നാട്ടുപരദേവത തന്നെയാണ് കുട്ടിച്ചാത്തൻ. കടത്തനാട്ടിൽ കുട്ടിച്ചാത്തൻ മിക്ക കാവുകളിലുമുണ്ട്. അതിൽ പ്രധാനപ്പെട്ടതാണ് കല്ലേരി കുട്ടിച്ചാത്തൻ. കാളകാട്ടില്ലവും ചുട്ട് നാടുകൾ പലതും കണ്ട ചാത്തൻ കടത്തനാട്ടിലെത്തി. തുറശ്ശേരി കടവ് കടന്ന് കടത്തനാട്ടിലെത്തിയ സമയത്തായിരുന്നു ലോകനാർക്കാവിലെ ഉത്സവം. പുതുപ്പണത്തിൽ നിന്നുള്ള തെക്കിനി വരവിലൂടെയാണ് കുട്ടിച്ചാത്തൻ ലോകനാർക്കാവിലേക്ക് എത്തുന്നത്. അവിടെ വെച്ച് മലമത്താൽ കുങ്കനെ പരിചയപ്പെടുകയും ചെയ്തു. തൻ്റെ പൂർവികർ ലോകനാർക്കാവിൽ നടത്തിയ കുടവെപ്പ് തനിക്ക് ചെയ്യാൻ സാധിക്കുന്നില്ല എന്ന പരിഭവം ചാത്തനോട് പറയുകയുണ്ടായി. മലമത്താൽ കുങ്കൻ്റെ പരിഭവങ്ങൾ കേട്ട ചാത്തൻ കുങ്കനോട് കുടവെക്കാൻ നിർദ്ദേശം നൽകി. കുങ്കൻ അത് കേട്ട് കുടയും വെച്ചു. പക്ഷേ കുങ്കൻ്റെ കുട ആരും ശ്രദ്ധിച്ചതുമില്ല. കുങ്കനെ മർദ്ദിക്കുകയും ചെയ്തു. നഗരാധികൾ കുങ്കൻ്റെയും കുടയും വലിച്ചെറിയുകയും ചെയ്തു. ഇത് കേട്ട ചാത്തൻ കൊട്ടയിൽ തീയുമായി കാവിലെ പന്തലിന് തീയിടുകയാണ് ചെയ്തത്. കുങ്കൻ്റെ ചൊല്ലാൽ ചാത്തൻ ചെയ്തതാണെന്ന് നാട്ടിൽ പരന്നു. ചാത്തനെയും കുങ്കനെയും പിടിക്കാൻ നഗരാധികൾ നാടുതീയിലെ തിരഞ്ഞു. കുങ്കനെ പിടിച്ചു കുട്ടോത്ത് മുളമേൽ കെട്ടിത്തൂക്കി. ഇതറിഞ്ഞ ചാത്തൻ കുങ്കൻ്റെ തലയുമായി നേരെ കാവിലേക്ക് പോകുകയും അവിടുന്ന് കുടക്കാട്ട് മല കയറി പൂരപ്പാട്ട് പാടുകയും ചെയ്തു. ലോകനാർക്കാവിൽ നിന്ന് നേരെ ചാത്തൻ കല്ലേരിയിലേക്ക് പുറപ്പെട്ടു. കല്ലേരിയിലെത്തി ചാത്തനെ പിടിക്കാൻ അക്കാലത്തെ നാടുവാഴികളും പുറപ്പെട്ടു. തറവാട്ടിലും മറ്റുമായി ഒരുപാട് ദുർനിമിത്തങ്ങൾ കണ്ടതുകൊണ്ട് തന്നെ ചാത്തനെ അവർ പിന്നീട് ആരാധിക്കാൻ തുടങ്ങി. വന്ദിപ്പോർക്ക് വരമേകിയും നിന്ദിപ്പോർക്ക് നരകമേകിയും ജാതി മതഭേദമെന്നെ ഒരു ജനതയുടെ കാവൽ വിളക്കായി കുട്ടിച്ചാത്തൻ കുടിയിരിക്കുന്നു.